ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് റാഗി ഇടിയപ്പത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് 2 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ച് അത് തിളയ്ക്കാൻ അനുവദിക്കുക. അതിലേക്ക് ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു ടീസ്പൂൺ, പിന്നെ കുറച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് അതും കൂടെ ചേർത്ത് കഴിഞ്ഞ് നല്ലോണം തിളയ്ക്കാൻ അനുവദിക്കുക. രണ്ട് കപ്പ് മാവ്, റാഗി മാവ് അതിലേക്ക് ഇടുക. നന്നായി ഇളക്കണം. ആ ചൂടോട്, ഞാൻ ഇതുവരെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല, ആ ചൂടോടുകൂടി തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. നന്നായി ഇളക്കി കഴിഞ്ഞ ശേഷം സ്റ്റൗവിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുക. അതിനുശേഷം ഒരു മൂടി വെച്ച് ഒരു 5 മിനിറ്റത്തേക്ക് വെച്ചേക്കുക. കുറച്ച് നേരം അത് കഴിഞ്ഞാൽ അത് തണുക്കും. ചെറു ചൂടോടുകൂടി തന്നെ നമ്മളത്, തീരെ തണുക്കാൻ അനുവദിക്കരുത്, ചെറു ചൂടോടുകൂടി തന്നെ നമ്മളത് കുഴച്ചെടുക്കണം. നല്ലവണ്ണം കുഴയ്ക്കണം. ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ലവണ്ണം കുഴച്ചെടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഞാനങ്ങ് തേക്കുകയാണ്. മാവ് കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എണ്ണ തേച്ചത്. ഇഡ്ഡലിയുടെ പാത്രം എടുത്ത് അതിലേക്ക് എണ്ണ തേച്ചിട്ട് ഇടിയപ്പത്തിൻ്റെ അച്ചെടുക്കുക. അച്ചിലേക്കും കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം ചെറിയ ഹോളുള്ള ചില്ലെടുക്കുക. മാവ് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കഴിഞ്ഞ ശേഷം നല്ലവണ്ണം നിറച്ചെടുത്തോളൂ. മൂടി വെച്ച് മൂടി അത് ഇടിയപ്പം പിഴിഞ്ഞ പോലെ നല്ലോണം പിഴിഞ്ഞെടുക്കുക. നമ്മൾക്കത് വേഗം തന്നെ പിഴിഞ്ഞെടുക്കാം. മാവ് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, വേഗം തന്നെ പിഴിഞ്ഞെടുക്കാം. നമ്മൾക്കിത് രാത്രിത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉപയോഗിക്കാം, രാത്രിത്തേക്കുള്ള ഡിന്നറിന് വേണ്ടി ഉപയോഗിക്കാം, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാം. നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. അതേപോലെ തന്നെ സെയിം ആയിട്ട് അടുത്ത പാത്രത്തിൽ നമ്മൾ പിഴിഞ്ഞെടുക്കുക. കുറച്ച് തേങ്ങയിട്ട് തേങ്ങ വേണ്ടാത്തവർ അത് അവോയ്ഡ് ചെയ്തെടുക്കും. അത് കഴിഞ്ഞ് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ഒരു വെള്ളം ഒഴിച്ച്
അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാവാനായിട്ട്. അത് നല്ലവണ്ണം തിളച്ചു ആ വെള്ളം. അത് കഴിഞ്ഞ ശേഷം ഈ ഇടിയപ്പത്തിൻ്റെ നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പാത്രം അതിലേക്ക് വയ്ക്കുക. ഒരു 5 മിനിറ്റ് നമ്മളത് സ്റ്റീം ചെയ്ത് ആവി കയറ്റി എടുക്കണം. അധികം നേരം ആവശ്യമില്ല, ഒരു 5 മിനിറ്റ് മതി നമ്മളത് സ്റ്റീം ചെയ്തെടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം അത് തുറന്ന് നോക്കുക. നല്ലവണ്ണം വെന്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് കുറച്ച് നേരം തണുക്കാൻ വയ്ക്കുക. ഉടനെ അത് എടുത്താൽ അത് ഒട്ടിപ്പിടിക്കും. കുറച്ച് നേരം തണുക്കാൻ വെച്ചതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് അത് മാറ്റിയെടുക്കുക. ഇതേപോലെ തന്നെ ബാക്കി വെച്ചിരിക്കുന്ന മാവും ഇടിയപ്പത്തിൻ്റെ അച്ചിൽ വെച്ച് പിഴിഞ്ഞെടുത്ത് ആവി കയറ്റി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മൾക്ക് ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ഒരു മുട്ടക്കറി ഉണ്ടാക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഒരു പാൻ വെച്ച് കഴിഞ്ഞ ശേഷം കുറച്ച് എണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്, ഒരു 2 ടേബിൾ സ്പൂൺ. അതിലേക്ക് ഒരു ബേ ലീഫ്, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, കുറച്ച് സോമ്പ്, കനൽ സീഡ്, 2 വറ്റൽമുളക്. കുറച്ച് നേരം അത് ചൂടാക്കാൻ അനുവദിക്കുക. കുറച്ച് നേരം ചൂടായാൽ മതി. അത് കഴിഞ്ഞ ശേഷം ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, എല്ലാം കൂടെ നല്ലവണ്ണം ഇളക്കി വഴറ്റിയെടുക്കുക. സവാളയുടെ കളറ് കുറച്ച് മാറണം. കുറച്ച് ഉപ്പ് ചേർത്ത് സവാള നല്ലോണം വഴറ്റിയെടുക്കുക. സവാളയുടെ കളറ് മാറും. അത് കഴിഞ്ഞ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി കുറച്ച്, കാശ്മീരി മുളക് പൊടി, അധികം എരിവില്ലാത്ത 1 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. നന്നായി വഴറ്റിയെടുക്കുക. മസാലയുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞ ശേഷം ഒരു 2 ചെറിയ തക്കാളി അരിഞ്ഞ് ഇതിലേക്ക് ഇടുക. ഇത് നന്നായി വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റിയെടുത്ത് കഴിഞ്ഞ ശേഷം കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. തക്കാളി കുറച്ച് നന്നായി വെന്ത് കഴിഞ്ഞ ശേഷം കുറച്ച് ഞാൻ അതിലേക്ക് ജീരക പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞാൻ അതിൽ നിന്ന് കുറച്ച് തക്കാളി എടുത്ത് മിക്സിയിലിട്ട് നന്നായി അരച്ച് വീണ്ടും അതിലേക്ക് ഞാൻ ജോയിൻ ചെയ്തു ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് അവസാനമായിട്ട് കുറച്ച് ഉപ്പ് ചെക്ക് ചെയ്യുക. പോരെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട, ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആ മുട്ട ഇടുക. ഇട്ട് മസാല അതിലേക്ക് പിടിക്കുന്നവരെ ഒരു 2 നിമിഷം നമ്മൾ മൂടി വെച്ച് വേവിക്കണം. അപ്പോഴത്തേക്ക് കുറച്ച് കുറുകി വരും, കറിയും കുറച്ച് നേരം കുറുകി വരും. ഇതാ കണ്ടല്ലേ, കറിയും കുറുകി വന്നു, മസാല മുട്ടയിലേക്ക് പിടിക്കുകയും ചെയ്തു. നമ്മുടെ മുട്ടക്കറി റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ഹെൽത്തി ഇടിയപ്പമാണ്. എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.
താങ്ക് യു.